നമസ്കാരം. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുൻ വർഷങ്ങളിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷേ ഇത്തവണ വോട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് വോട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കാം. അതിൽ നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാം വോട്ടേഴ്സ് ലിസ്റ്റ് കേരള. അപ്പോൾ നമുക്ക് കാണുന്ന ഈ ലിങ്ക് ഉണ്ടല്ലോ, sec.kerala.gov.in, അതിൽ കയറാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ക്രോമിലാണെങ്കിൽ തന്നെ നമുക്കത് ഡെസ്ക്ടോപ്പ് സൈറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ വ്യൂ ആയിട്ട് കാണാം. ഇനി ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഫുൾ കാര്യങ്ങൾ ഒറ്റയടിക്ക് തന്നെ ഇങ്ങനെ കാണാം. അതായത് നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുന്ന പോലുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഡെസ്ക്ടോപ്പ് സൈറ്റ്. അപ്പോൾ അതിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മുടെ തൃശ്ശൂർ, ലോക്കൽ ബോഡി വരുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. നമ്മുടെ വാർഡ് വരുന്നത് ഇപ്പോൾ വടൂക്കര മുമ്പ് 40-ാം ഡിവിഷനായിരുന്നു, ഇപ്പോൾ അത് 41ാമത്തെ ഡിവിഷനായിട്ടാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പോളിംഗ് സ്റ്റേഷൻ, ഇപ്പോൾ നമുക്ക് വടൂക്കര 4 ബൂത്തുകളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ബൂത്തറിയാം, ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് കാണിക്കുകയാണ്. ഞാൻ 3ാം ബൂത്തിലാണ് 3ാമത്തെ സെലക്ട് ചെയ്തു. ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഈ ഭാഷകളിലൊക്കെ കാണിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ പേര് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാൻ നല്ലത് ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഈ ക്യാപ്ച അടിച്ചു കൊടുക്കാം. സെർച്ച് ചെയ്തപ്പോൾ നമുക്കിവിടെ പേര് ഡീറ്റെയിൽസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കുറേ വലിയ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ പേര് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫൈൻഡ് ഇൻ പേജിൽ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ അതിൽ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡീറ്റെയിൽസ് ഇരിക്കും സെർച്ച് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് വോട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി വോട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചേർക്കുക.